എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ്, നമ്മളൊക്കെ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് മുന്നോട്ട് വരുമ്പോൾ അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ കാവലും എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകും. റബ്ബിന്റെ കാവൽ കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും വിജയിക്കുക തന്നെ ചെയ്യും. ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ചയിൽ, ശവ്വാലിന്റെ 1-ാമത്തെ വെള്ളിയാഴ്ച മഗ്രിബ് നിസ്കാരത്തിന്റെ മുമ്പായി നിങ്ങളൊക്കെ സൂറത്ത് യാസീൻ ഓതണം. ഒരൊറ്റ വട്ടമെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു വെച്ച് ആ ഖുർആനിൽ നോക്കി തന്നെ ഓതണം. ചില ആളുകൾക്ക് സൂറത്ത് യാസീൻ കാണാതറിയാം. സൂറത്ത് യാസീൻ എല്ലാ ഉമ്മമാർക്കും, വീടിന്റെ അകത്തട്ടിലുള്ള എല്ലാവർക്കും സൂറത്ത് യാസീൻ കാണാതറിയാം. എന്നാലും ആ സൂറത്ത് യാസീന്റെ മഹാത്മ്യവും അള്ളാന്റെ ഖുർആനിൽ നോക്കിയിരുന്നാൽ തന്നെ പ്രതിഫലം. ഓതാൻ അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഓതാനറിയില്ല എന്ന് പറഞ്ഞ് ഖുർആന് കൈകൊണ്ടെടുക്കാതിരിക്കുന്ന സഹോദരിമാരോട് സഹോദരങ്ങളോട് പറയാ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ പോലും എന്റെ പെങ്ങളെ പവിത്രമായ ഖുർആൻ എടുത്തു വെച്ച ഖുർആനിലേക്ക് അല്ലാഹു തന്ന കാഴ്ച കൊണ്ടൊന്ന് നോക്കിയാൽ അൽഹംദുലില്ലാഹ്, ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് പ്രതിഫലമാണ്. കഅബയിലേക്ക് നോക്കിയിരിക്കുന്നത് പുണ്യമാണ്. അല്ലാഹുവിന്റെ കലാമിനെ ഓതാൻ അറിയില്ല എങ്കിൽ പോലും ആ ഖുർആൻ എടുത്ത് വെച്ചിട്ട് ഖുർആനിലേക്ക് നോക്കിയിരിക്കുന്നത് പ്രതിഫലമാണ്. വെറുതെ കിട്ടുന്ന പ്രതിഫലം കളയണ്ട. അതുകൊണ്ട് എനിക്ക് ഓതാറിയില്ലല്ലോ, അതുകൊണ്ട് ഖുർആൻ ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞുള്ള വാശി മാറ്റി വെച്ച് പടച്ചവന്റെ ഖുർആൻ എടുത്ത് നല്ലതുപോലെ ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് കടന്നു വരാമോ? എല്ലാവരും എന്റെ കൂടെയൊന്ന് ചെല്ല്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. എല്ലാവരും ചൊല്ല്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നീ നിന്റെ ദീസല മിണ്ടയൽക്കാരെ ഓർത്തിട്ടാണോ കണ്ണീന്നോ മീഴോ നീര് നീ നിണമോട് ചാർത്തിയത്? മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പരിശുദ്ധമായ അള്ളാഹുവിന്റെ കലാമിനെ എടുത്തു വെക്കുക. മഗ്രിബിന്റെ തൊട്ട് മുമ്പ്, മഗ്രിബ് നിസ്കാരം കഴിയുന്നതിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. സൂറത്ത് യാസീൻ ഓതുക. ഏതെങ്കിലും ഒരാൾ അങ്ങനെ ഓതിപ്പോയാൽ അടുത്തൊരു ശവ്വാല് കടന്നു വരുന്നത് വരെ ഫീ ദിമ്മത്തില്ലാ, അവൻ അള്ളാഹുവിന്റെ കാവലിലാണ്. അള്ളാഹു നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ. അള്ളാഹു അല്ലേ, അള്ളാഹു അവന് ഉത്തരവാദിത്തം എന്നുവെച്ചാൽ അവന് പിന്നെ അവന് വലിയ രോഗങ്ങളോ സങ്കടമൊന്നും ഇല്ലാതെ അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുമെന്നാണ് പെങ്ങളെ ആഗ്രഹമില്ലേ? അള്ളാഹു നമ്മളെ ഏറ്റെടുത്താൽ പിന്നെ അപകടങ്ങളില്ല, മാരകമായ രോഗങ്ങളില്ല, ക്യാൻസർ ഇല്ല, അപസ്മാരമില്ല, അറ്റാക്കില്ല, നൊമ്പരങ്ങളില്ല. മറിച്ച് അള്ളാഹു നമ്മളെ ഏറ്റെടുക്കണം. അതിനെന്ത് വേണം? ഇന്ന് തന്നെ യാസീൻ ഓതുമോ? അത് കഴിഞ്ഞ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു ഔ ഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ.
അള്ളാഹുവിന്റെ പരിശുദ്ധമായ, അള്ളാഹുവിന്റെ പവിത്രമായ ഒരു കാര്യമാണ്. നബിതങ്ങൾക്ക് ഓതാൻ പറഞ്ഞിട്ടുള്ള സൂറത്ത്. നബിതങ്ങളോട് നബിയെ എഴുന്നേക്കണം, വറത്തിലിൽ ഖുർആന തർത്തീലാ, നബിയെ ഖുർആൻ നല്ലതുപോലെ പാരായണം ചെയ്യണം നബി അല്ലാഹു തആല മുത്തുനബിയോട് പറഞ്ഞതാണ്. അല്ലാഹു തആല മുത്തുനബിയോട് പറഞ്ഞു കൊടുത്തത് ആ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാനുള്ളത്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഒന്നാമത്തെ യാസീനാണ്, രണ്ടാമത്തെ മുസമ്മിലാണ്, ഇനി ഒന്നുകൂടെയാണ് ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാനുള്ളത്. സുബ്ഹാനല്ലാഹ്. ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യലാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ആളാവാതെ നിങ്ങളുടെ വീടിന്റെ അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഒരു 50 രൂപയെങ്കിൽ 50 രൂപ, ഒരു 100 രൂപയെങ്കിൽ ഒരു 100 രൂപ നിങ്ങൾ കൊടുക്കണം. നിങ്ങളെ കൊണ്ട് പറ്റു കൊടുക്കാൻ. എത്രയോ പാവങ്ങളുണ്ട് ഇപ്പൊ. നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും വേണ്ട, യൂട്യൂബ് എടുത്തിട്ട് നോക്കിയതിന് എത്രയോ കൊച്ചുമക്കൾ ഒന്നുമില്ലാതെ 1 രൂപയ്ക്ക് വേണ്ടി ചോദിക്കുന്നുണ്ടാവും. നിങ്ങൾ അതിനു വേണ്ടി ഒന്നിപ്പോ നല്ല പോലെ ഒന്നിപ്പോ ചെയ്തു നോക്കിയേ. എന്റെ അടുത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിച്ചിട്ട് ഉസ്താദെ നിങ്ങളുടെ ഈ ചാനലിൽ നമ്മളൊന്ന് കൊടുത്തൂടെ. ഞാൻ പറഞ്ഞു ഇന്ന് വരെ ഞാൻ അങ്ങനെ ആരുടെ അക്കൗണ്ട് നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല, ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് വേറെ ആളുകളെ നമുക്ക് ഏൽപ്പിച്ചു തരാൻ പറഞ്ഞ് അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു. എനിക്ക് ആരും ഒന്നും തരണ്ട. അള്ളാഹുവേ, അള്ളാഹു ഓരോ വഴികൾ നമുക്ക് തുറന്നു തരും. അതൊരു പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നവരിലൂടെ, നമ്മൾ ഇഷ്ടപ്പെടുന്നവരിലൂടെ, നമ്മളെ കണ്ടറിയുന്നവരിലൂടെ അള്ളാഹു എന്നെ സഹായിച്ചേക്കാം, അതുപോലെ നിങ്ങളെയും അള്ളാഹു സഹായിച്ചേക്കാം. അതുകൊണ്ട് മുഅ്മിനേ, അള്ളാഹു നമുക്ക് മാരകമായ രോഗങ്ങൾ തന്നാ നമ്മൾ സങ്കടപ്പെട്ടു പോകും, നമ്മൾ വിഷമപ്പെട്ടു പോകും. അത് 100% ഉറപ്പല്ലേ. അതുകൊണ്ട് പല രോഗത്തിന്റെ ബുദ്ധിമുട്ടിൽ കഴിയുന്നവരുണ്ട്. നിങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോട് ദുആരക്കണം, ഒരു രോഗങ്ങളില്ലാതിരിക്കാൻ, സങ്കടങ്ങളില്ലാതിരിക്കാൻ, വിഷമങ്ങളില്ലാതിരിക്കാൻ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾ ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസത്തിലൂടെ നിങ്ങൾ കടന്നു പോയാൽ അള്ളാഹുവിന്റെ സ്വർഗം നിങ്ങൾക്കുണ്ട്. നിസ്സാരമായി നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്, നിസ്സാരമായി നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതുകൊണ്ട് ഈ ഒരു മജ്ലിസ് കൊണ്ട് എത്രയോ ആളുകൾ, എനിക്കൊന്നും ഒരു കഴിവില്ല, എത്രയോ ആളുകൾ ആമീൻ പറഞ്ഞിട്ട്, എത്ര ആളുകളുടെ കഥകൾ നമ്മൾ ഇതിനകത്തൂടെ നമ്മൾ അനുഭവങ്ങൾ, നിങ്ങളുടെ ആമീൻ കൊണ്ടാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെ ആമീൻ കൊണ്ട്. അപ്പൊ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ അങ്ങനെ ചെയ്താൽ, ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ കൊണ്ടുവന്നാൽ അള്ളാഹുവിന്റെ പൊരുത്തം നിങ്ങൾക്ക് ലഭിക്കുമല്ലോ, അള്ളാഹുവിന്റെ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമല്ലോ. ആനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഒരു പെണ്ണ് കടന്നു വന്നിട്ട് കരയുകയാണ്. തങ്ങളെ വീടില്ല, തങ്ങളെ എല്ലാവരും വീട് വെച്ചവിടന്ന് മാറി മാറി താമസിക്കുകയാണ്. പലരും പല പല വഴികളിൽ പോയി. എന്റെ ജേട്ടത്തിമാര് പോയി, എന്റെ പ്രിയപ്പെട്ടവര് പോയി. ഇനി എനിക്കാരോടും പറയാനില്ല. അതുകൊണ്ട് എനിക്കൊരു നല്ലൊരു വീട് വേണമല്ലോ. ആ ഒരു നല്ല വീട് വേണമെങ്കിൽ സാമ്പത്തികമായിട്ട് ഉന്നമനങ്ങൾ വേണ്ടേ. പക്ഷെ അങ്ങനെയുള്ള സാമ്പത്തികമായ ഒന്നും എനിക്കില്ല. എത്രയോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാര് സങ്കടപ്പെട്ട് വിഷമത്തിലൂടെ, ദുഃഖത്തിലൂടെ ഇങ്ങനെ പറയാറുണ്ട്, ഉസ്താദേ വാടക വീട്ടിലാണ് കിടക്കുന്നത്, ഒരു നിവർത്തിയുമില്ലല്ലോ, മക്കളെ കെട്ടിക്കാൻ പ്രായമായല്ലോ, വിവാഹപ്രായമെത്തിയ മക്കളാണ്, വിവാഹപ്രായമെത്തിയ മക്കളാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ പോകണമെന്നറിയില്ല, എങ്ങനെ സന്തോഷത്തിന്റെ വഴികളിലൂടെ അവരെ എത്തിക്കണമെന്നറിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് പറഞ്ഞ് എത്ര ഉമ്മമാര് മജ്ലിസുകളിൽ ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അള്ളാഹുവിനെ മുറുകെ പിടിച്ചാൽ അള്ളാഹു നമ്മളെ തട്ടിക്കളയൂല്ല, അള്ളാഹു നമ്മളെ പരാജയപ്പെടുത്തൂല്ല, അള്ളാഹു നമ്മളെ കണ്ണീരിൽ ആക്കൂല്ല. സ്ഥിതിഗതങ്ങളെ, എനിക്ക് വീടില്ല, ബാക്കി എല്ലാവരും അവര് മാറി മാറി താമസിച്ചിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യാ? ആ സങ്കടത്തിന്റെ വഴിയിലൂടെ പെണ്ണിങ്ങനെ കരയുമ്പോ ശുദ്ധീകതങ്ങൾ പറഞ്ഞു, മോളെ നിന്റെ ഈ കണ്ണുനീര് എന്റെ മുമ്പിലല്ല വേണ്ടുന്നത്, മനസ്സങ്ങ് കൊടുക്കണം. അല്ലാ,
നിന്റെ റബ്ബിലേക്ക് നീ മനസ്സ് കൊടുത്തിട്ട് കരയി. ആ റബ്ബിനോട് പറയ്, ഒരു വീടല്ല, നിനക്ക് എത്ര വീട് വേണമെങ്കിലും തരാൻ കഴിവുള്ളവനാണ് അല്ലാഹു. അതുകൊണ്ട് നിന്റെ ആദ്യത്തെ പരാതി എന്നോടാകരുത്, നിന്റെ റബ്ബിനോടാണ്. ഒന്നാമത്തെ പരാതി എന്നോടാകരുത്, നീ നിന്റെ റബ്ബിനോട്, അള്ളാഹുവിനോട് നീ അവിടെ നിന്ന് പരാതി പറഞ്ഞു. എന്താ പരാതി? മറ്റൊന്നുമില്ല. പരാതി എന്താണ്? മറ്റൊന്നുമല്ല. പരാതി വീടില്ല. അള്ളാഹുവിനോട് കരയുകയാണ്. സാമ്പത്തികമായ ഉന്നമനങ്ങൾ ഉണ്ടെങ്കിലേ വീടുണ്ടാകൂ. അതുകൊണ്ട് പടച്ചോനെ, നീ ഒരു നല്ല വീട് തരണേ അല്ലാ എന്ന് പറഞ്ഞു മനസ്സ് പൊട്ടിയിട്ട് റബ്ബിലേക്കൊന്ന് കരയാൻ പറയുമ്പോ ഈ പെണ്ണ് വീട്ടിലേക്ക് ചെന്നിട്ട് മുസല്ലാ വിരിക്കുകയാണ്. ഉളൂവെടുത്ത് മുസല്ലാ വിരിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് കരയുകയാണ്. കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പറഞ്ഞു, അല്ലാ, ഈ കണ്ണീരിന് വില കൽപ്പിക്കണേ അല്ലാ. എത്ര സങ്കടപ്പെട്ടാലും, എത്ര ദുഃഖം വന്നാലും, എത്ര വേവലാദികൾ വന്നാലും, എത്ര ആവലാദികൾ വന്നാലും, ആ ആവലാദികളുടെയും ദുഃഖത്തിന്റെയും ഒക്കെ മുമ്പിൽ അല്ലാഹുവേ പടച്ചോനെ, നിന്റെ സഹായമാണ്, നിന്റെ കാരുണ്യമാണ്, നിന്റെ കരുണ കടാക്ഷമാണ്. അതുകൊണ്ട് അല്ലാഹ്, നീ എന്നെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. പറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല, പെണ്ണിന്റെ കണ്ണു നിറയുകയാണ്. ഇതിപ്പോ ഞാൻ നിങ്ങളോട് പറയേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ തന്നെ പലരും പറയും, ഉസ്താദേ വസ്തു ഉണ്ട്, അതൊക്കെ ശരിയാണ്, വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ എന്നാലും അത് പൊട്ടിയൊലിച്ച വീടാണ്, ഒന്ന് ദ്വാരക്കണം നല്ല ഒരു വീടിന് വേണ്ടിയിട്ട്, നല്ല ഒരു വീടിന് വേണ്ടിയിട്ട് ദ്വാരക്കണം, നല്ല ഒരു വീടുണ്ടാകണം എന്ന് പറഞ്ഞ് സങ്കടപ്പെടാത്തവരില്ല, വിഷമപ്പെടാത്തവരില്ല, ദുഃഖത്തിൽ കഴിയാത്തവരില്ല. എന്നാൽ അവർക്കുള്ള ഒരേ ഒരു പരിഹാരം ഏതെന്നറിയുമോ? അള്ളാന്റെ മുമ്പിലൊന്ന് കരയലാണ്. അള്ളാന്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞു നോക്കിക്കേ, അള്ള തരും. ഈ പെണ്ണങ്ങനെ കരഞ്ഞിരിക്കുമ്പോ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, മോളെ, ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കണ്ടുപോയി. ആ സ്വപ്നം കണ്ടിട്ട് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ലല്ലോ. നിന്റെ ഭർത്താവിന്റെ പേര് ഇന്നതാണോ? നിന്റെ മക്കളുടെ പേര് ഇന്നതാണോ? അതെ, എന്നാൽ ഞാനിവിടെ എല്ലാ കൊല്ലവും 2 ആളുകൾക്ക് ഞാൻ ഭൂമി മേടിച്ച് വീട് വെച്ചു കൊടുക്കും. എന്നാൽ ഇന്നലെ കിടക്കുമ്പോൾ എന്റെ കിനാവിൽ വന്നത് നിങ്ങളുടെ കുടുംബമാണ് മോളെ. നിങ്ങളുടെ ഭർത്താവിനെ വരാൻ പറയുമോ? അങ്ങനെ വിളിച്ചു കൊണ്ടുപോയി നല്ല ഒരു വീടങ്ങ് പണിത് കൊടുക്കുകയാണ്. വീടിന്റെ താമസത്തിന്റെ അന്ന് ഈ പ്രിയപ്പെട്ട പെണ്ണിന്റെ ഭർത്താവ് വീട് കൊടുത്ത ഉടമസ്ഥനോട് പറയാണ്, എന്തുകൊണ്ടാണ് എനിക്കിതുപോലെ ഒരു വീട് തന്നെന്നറിയോ? ഞാൻ കഷ്ടപ്പെട്ടിട്ടല്ലല്ലോ, ഞാൻ അവിടെ നിന്ന് നടന്നിട്ടല്ലല്ലോ, ഒരുപാട് ചോദിച്ചിട്ടല്ലല്ലോ. എനിക്കിതുപോലത്തെ ഒരു വീട് കിട്ടാൻ എന്റെ റബ്ബെനിക്ക് കനിഞ്ഞിട്ടാണ്. എന്റെ റബ്ബെനിക്ക് കനിയാനുള്ള കാരണം അതെന്റെ പ്രിയപ്പെട്ടവളുടെ കണ്ണീരാണ്. എന്റെ സാമ്പത്തികമായിട്ടൊന്നും കൊണ്ട് കിട്ടിയതല്ല, നിങ്ങൾ ഞങ്ങൾക്ക് തന്നതാണ്. തരാവൊരു കാരണമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണീരിന്റെ വിലയായത്. അതുകൊണ്ട് ആ കണ്ണീരിന്റെ വില ഒരിക്കലും മാറിപ്പോകൂല. എത്രയോ നാളങ്ങുകാൻ കരഞ്ഞു കണ്ണീർ തൂകല, അൽഹംദുലില്ലാ ചൊന്നു നിന്നു പറഞ്ഞതാ. പടച്ചോന്റെ മുമ്പിൽ കണ്ണുനീരതു കൊണ്ട് നേടാം നിനക്കെന്ന പലതും മുമ്പ്. മരിക്കുന്ന മുമ്പേ കണ്ണുനീർ തോകുമ്പോ മരണത്തിനേരം പുഞ്ചിരി തോകുന്നോ. ഇവിടെ നീ അങ്ങ് കരയുകയാണ്, ഇവിടെ നീ സങ്കടപ്പെടുകയാണ്. ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മുന്നിൽ വെച്ച റബ്ബിലേക്ക് അങ്ങ് കരഞ്ഞു. പെങ്ങളെ, നിങ്ങൾ കരയുന്നത് കൊണ്ട് ഒന്നും നിങ്ങൾക്ക് നേടിയിട്ടില്ലെന്ന് പറയരുത്. ഒന്നുകിൽ അല്ലാഹു തആല ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു എളുപ്പമാക്കി തരും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചോ ആ ചോദിച്ചിട്ടുള്ള സകലമാന കാര്യങ്ങളും അല്ലാഹു നാളെ അവിടെ തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്
ചോദിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല. ചിലര് പറയും ഇനി എത്ര സലാത്തിലിട്ടും കാര്യമില്ല. എന്തെല്ലാം ഞാൻ ചോദിച്ചു, കിട്ടിയിട്ടില്ല, തന്നിട്ടില്ല, പിന്നെന്ത് ചെയ്യാനാ? ചോദിച്ച ഒന്നും റബ്ബുന തട്ടാത്തതാ, ചോദിക്കും കോലം പോലെ നീ ചോദിച്ചിടാൻ. അല്ലാഹു ജല്ല ജലാലവൻ തരുമെന്ന് വിശ്വാസവാക്കാൽ പോയി നീ പറയുന്ന. നല്ല മനസ്സോടെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് തരുന്ന ഏതൊരു കാര്യവും, നമ്മുടെ ഈ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണീരിനൊരു വിലയുണ്ട്. ചില ആളുകളോട് എന്തെങ്കിലും പറയുമ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കരഞ്ഞു നോക്കിക്കേ, ആ കണ്ണീരിനൊരു വിലയാ. എന്നാൽ ആ കണ്ണുനീര് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടുന്നത് എവിടെ? അള്ളാഹുവിന്റെ മുമ്പിലാണെങ്കിൽ ദുനിയാവിന്റെ പുറത്ത് വെച്ച് ആര് തരുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ തരുന്നത് അള്ളാഹുവാണ്. ദുനിയാവിന്റെ പുറത്ത് വെച്ച് മക്കൾ തരാത്തത്, ഭാര്യ തരാത്തത്, ഭർത്താവ് തരാത്തത്, പ്രിയപ്പെട്ടവർ തരാത്തത്, ആര് തരാത്തതും തരുന്ന ഒരേ ഒരു നാഥനുണ്ടത് റബ്ബാണ്. അതുകൊണ്ട് നിങ്ങളുടെ കരച്ചില് നിർത്തല്ലേ. ആരും കാണാതെ ഒറ്റയ്ക്കിരുന്നിട്ട് പെങ്ങളെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ പറയുമ്പോൾ അള്ളാഹു നിങ്ങളുടെ കണ്ണീരിനൊരു വില തരുന്നതാണ്. നമ്മൾ ആ ഒരു ചിന്തയിലൂടെ മുന്നോട്ട് പോകണം. കണ്ണീര് കൊണ്ടു കരഞ്ഞു റബ്ബോടന്ന്, ചോദിച്ചിടുന്നു കാര്യവും നൽകുന്ന. അൽഹംദുലില്ലാ ചോദ്യമായി നീ ചൊന്നാൽ ഉത്തരമായി ലഭിക്കുന്നതാ നതു നന്നായി. നിന്റെ റബ്ബിലേക്ക് നല്ലതുപോലെ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു നിനക്ക് ഉത്തരം തരുമെന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നന്മയിലൂടെ വന്ന് അള്ളാഹിനെ ഇഷ്ടപ്പെട്ട് കണ്ണുനീരോടെ ഏത് കാര്യം അള്ളാഹുവിനോട് പറയാനുള്ളൊരു മനസ്സും ഒരു ബോധവും നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തും. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സന്തോഷവും സമാധാനവും നിഅമത്തുകളെല്ലാം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി സ്വർഗത്തിന്റെ ആനുകൂല്യം നൽകി അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല മനസ്സോടെ നല്ല നീയത്തോടുകൂടി വളരെ കുറച്ചു മാത്രം എല്ലാവരും കൂടെ ചെല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹ് തിരുപേരും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലം ഓടയവൻ ഏകല്ലരുളാലേ ആയേ മുഹമ്മദ വർഗീളയാണോവർ എല്ലാ കീളയിലും വൻകീളയായോവർ എല്ലാ ദിശയിലും കേളി മികച്ചോവർ സുൽത്താനുൽ ഔലിയ എന്ന പേരുള്ളോവർ സയ്യിദവർദായും ബാവായും ആണോവർ ബാബാമോദോവിന് കുത്തുബായി വന്നോവർ വാനം മതേഴിയിലും കേളി നിറഞ്ഞോവർ ഇരുന്ന ഇരുപ്പിന്നേഴാകാശം കണ്ടോവർ ഏറും മലക്കോത്തിൽ രാജാളി എന്ന
നിന്നോവർ വലത്ത് ശരീഅത്തെന്നും കാടൽ ഉള്ളോവർ ഇടത്ത് ഹഖീഖത്തെന്നും കാടൽ ഉള്ളോവർ ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തീരയുള്ളോവർ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാ ദിവസവും കുറച്ചിങ്ങനെ പാടണം. അതൊക്കെ ഒരു വലിയ പുണ്യമാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാഹ്, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാഹ്, ആവലാദികളും വേവലാദികളെല്ലാം നീ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ പരിശുദ്ധമായ ദാറുസ്സലാമിന്റെ മജ്ലിസിൽ കടന്നിരിക്കുന്നവർ പലരും പല പല പ്രയാസങ്ങൾ കൊണ്ട് സങ്കടപ്പെടുന്നവരാണ് റബ്ബേ, ദുഃഖത്തിലാകുന്നവരാണ് അല്ലാഹ്. എല്ലാവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളെല്ലാം നീ മാച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ സാധുക്കളാണ് തമ്പുരാനെ, ഞങ്ങൾ പാപികളാണ് അല്ലാഹ്. അല്ലാഹുവേ നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഈ മജ്ലിസിൽ ആരെല്ലാം എന്തെല്ലാം നീയത്ത് വെച്ചുകൊണ്ടാണ് കടന്നിരിക്കുന്നത്, എല്ലാവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളും നീ സഫലമാക്കണേ അല്ലാഹ്. കണ്ണീരിലും സങ്കടത്തിലുമാക്കല്ലേ അല്ലാഹ്, വേദനയിലാക്കല്ലേ അല്ലാഹ്, ദുഃഖത്തിൽ അഴുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് പടച്ചോനെ, അല്ലാഹുവേ അവരുടെ കടങ്ങളെ വീടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.